നമസ്കാരം. ജ്യോതിഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാരുടെ 2026 വർഷഫലമാണ്. ഉത്രാടം നക്ഷത്രം പ്രധാനമായും ധനുരാശിയിലും, അതായത് ആദ്യപാദം ധനുരാശിയിലും അവസാന 3 പാദങ്ങൾ മകരം രാശിയിലുമായിട്ടാണ് വരുന്നത്. ഈ വർഷം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഗ്രഹമാറ്റങ്ങളാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം അനുകൂല സ്ഥാനത്തായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗ്രഹങ്ങളുടെ ഗതിമാറ്റം രണ്ടാം പകുതിയിൽ സാമ്പത്തിക നഷ്ടങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിനൊക്കെ ഇടയുണ്ടാകും. ശനി മകരം രാശിയിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് കണ്ടക ശനിയുടെ സ്വാധീനം വരാവുന്ന സമയമായി പറയുന്നു. ശനിയുടെ സ്വാധീനം നിലനിൽക്കുന്നുണ്ടെന്നാണിത്. ഇത് കഠിനാധ്വാനത്തിന്റെ ഉത്തരവാദിത്തങ്ങളുടെ കാലഘട്ടമാണ്. രാഹു, കേതു ഇവരുടെ സ്ഥാനങ്ങൾ കർമ്മരംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും ചില മാറ്റങ്ങൾക്ക് വഴി തുറന്നു വരാം. ജീവിതത്തിലെ വിവിധ മേഖലകളിലെ ഫലങ്ങൾ നോക്കാൻ പോകും. ഓരോ മേഖലയിലെയും ഫലങ്ങൾ നോക്കുമ്പോൾ വർഷത്തിന്റെ ആദ്യ പകുതി തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ നിറഞ്ഞതാകും. സ്ഥലമാറ്റത്തിനും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വർഷ അവസാനത്തോടെ സ്ഥാനം കയറ്റം അല്ലെങ്കിൽ സ്ഥാനമാറ്റം ഇവയൊക്കെ ലഭിക്കാൻ ഇടയുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ടാണ് പറയുന്നത്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അനുകൂല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഉന്നത പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ പറ്റിയ സമയമാണിത്. സാമ്പത്തികമായി കഠിന പരിശ്രമത്തിലൂടെ നില മെച്ചപ്പെടുത്താം. ചില അപ്രതീക്ഷിത ധനലാഭങ്ങൾക്കും സാധ്യതയുണ്ട്. എങ്കിലും ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ കുടുംബസൗഖ്യം നിലനിൽക്കും. കുട്ടിക്കാലം മുതൽ തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം. വിവാഹ കാര്യങ്ങൾ തീരുമാനമാവാനും സാധ്യത പറയുന്നുണ്ട്. പുതിയ വീട് വാങ്ങാനും ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കാനും ഇടയുണ്ട്. വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും മികച്ച സമയമായി പറയുന്നുണ്ട്. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ. ദോഷപരിഹാരങ്ങളായി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ വർഷം കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനും ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. കണ്ടകശനിയുടെ സ്വാധീനം കൂടി വരാനിടയുള്ളതിനാൽ ചില പരിഹാരങ്ങൾ പറയാം. ശനിപ്രീതിക്കായി ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുക. ശനിദോഷ നിവാരണത്തിന് ശാസ്താവിനെ, അതായത് അയ്യപ്പനെ ഭജിക്കുകയോ ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുക. പാവപ്പെട്ടവർക്ക് എണ്ണ, എള്ള് എന്നിവ ദാനം ചെയ്യുന്നത് ഉചിതമായ കാര്യമാണ്. നിത്യേന സൂര്യനെ നമസ്കരിക്കുന്നത് ഉത്തമമാണ്. ആദിത്യ ഹൃദയം പോലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണം ചെയ്യുകയും ചെയ്യും. ആത്മീയതയിൽ താല്പര്യമുള്ളതിനാൽ ജപം, തപം, വ്രതം എന്നിവ മുടക്കാതെ ചെയ്യുന്നത് ജീവിതത്തിൽ വിജയം നൽകും. ഉത്രാട നക്ഷത്രക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഉത്രാട നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനായതുകൊണ്ട് നിങ്ങൾ പൊതുവെ ആത്മവിശ്വാസവും നേതൃപാഠവും ഉള്ളവരായിരിക്കും. എന്നാൽ 2026 നേതൃത്വപരമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് കൂടുതൽ ജോലിഭാരവും തീരുമാനമെടുക്കാനുമുള്ള സമ്മർദ്ദവും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. ഓരോ തീരുമാനവും ശ്രദ്ധയോടെ എടുക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടും അച്ചടക്കത്തോടെയും പൂർത്തിയാക്കുക. പുതിയ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി എടുക്കേണ്ട മുൻകരുതലുകൾ. സന്ധിവേദന, നടുവേദന എന്നിവയെ നിസ്സാരമായി കാണരുത്. അമിത ജോലിഭാരം കാരണം ഉറക്കക്കുറവുണ്ടാകാനും ഇടയുണ്ട്. സൂര്യ നമസ്കാരം പോലുള്ള വ്യായാമങ്ങൾ മുടങ്ങാതെ ചെയ്യുക. പിതാവിൻ്റെയോ മുതിർന്നവരുടെയോ കുടുംബാംഗങ്ങളുടെയോ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അവരുമായി ആശയവിനിമയമായി അകൽച്ച പാടില്ല. എടുത്തുചാടിയുള്ള വലിയ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക. എല്ലാ കരാറുകളും രേഖകളും സൂക്ഷ്മമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഒരു ദൂരക്കാഴ്ചയോടുള്ള ആസൂത്രണം നടത്തുക. സാവധാനത്തിൽ എന്നാൽ ഉറച്ച കാൽവെപ്പോടെ മുന്നോട്ട് പോവുക. ചുരുക്കത്തിൽ ഉത്രാട നക്ഷത്രക്കാർ 2026 നേതൃപരമായ ഊർജ്ജവും അച്ചടക്കവും ശനിയുടെ ഗുണം കൊണ്ട് സംയോജിപ്പിച്ച് പ്രവർത്തിച്ചാൽ മികച്ച വിജയം നേടാൻ സാധിക്കും.